കയ്യിലെ പൈസ എങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കടബാധ്യത വരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള തെളിവാണ് ഇത്. ഫെങ്ഷു പ്രകാരം ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ്. സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ സൗഭാഗ്യമായി കരുതുന്നത് സമ്പത്താണ്. അപ്പം സമ്പത്തിന്റെ ദിക്കിൽ അവർക്ക് എന്തു പറ്റി? ഒരു ടോയ്ലറ്റ് വന്നു. അടുത്തത് ഇതാണ് അവരുടെ കന്നിമൂല. പക്ഷേ ഈ കന്നിമൂല എന്ന് പറയുന്ന പടിഞ്ഞാറ് വശത്ത് ആ ഒരു ഭിത്തിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് ഇവർ ഇത്രയും ഭാഗത്ത് ഒരു വർക്ക് ഏരിയ ചെയ്തു. അപ്പോൾ ഇതിന് എന്ത് സംഭവിച്ചു? തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന കന്നി ഇവർക്ക് ഇവിടെ മിസ്സിംഗ് ആയി. ഈ വീട്ടിൽ സംഭവിച്ച രണ്ട് കാര്യങ്ങൾ എന്താണ്? ഒന്ന്, ഈ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന കന്നി മൂല മിസ്സിംഗ് ആയി. വടക്ക് കിഴക്കുന്ന വരുന്ന ഊർജം തെക്ക് പടിഞ്ഞാറ് സ്റ്റോർ ചെയ്യുന്ന വാസ്തുവിൽ പറയുന്നു. കന്നിമൂല തുറന്നു കിടന്നാൽ സാമ്പത്തിക പ്രശ്നമുണ്ടായി. ഇനി മറ്റൊരു പ്രശ്നം, അവിടെ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന കോണിൽ ഈ 45 ഡിഗ്രിക്ക് അകത്ത് ടോയ്ലറ്റ് വന്നു. ഇവിടെ പലരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറേ തെക്ക് കിഴക്ക് ടോയ്ലറ്റ് വന്നിട്ടില്ല, തെക്ക് കിഴക്ക് ഫ്രീ ആയിട്ട് കിടക്കുന്നു എന്നാണ് പലരും പറയുന്നത്. പക്ഷെ തെക്ക് കിഴക്ക് എന്ന് പറയുന്ന 45 ഡിഗ്രിക്കകത്ത് ടോയ്ലറ്റ് വന്നാലും ഉറപ്പായിട്ടും നമ്മളെ അത് ബാധിക്കും.